നമസ്കാരം. ലോക മത്സ്യദിനത്തിൽ കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ തോപ്പുംപടി ഫിഷിംഗ് ഹാർബറിൽ സന്ദർശനം നടത്തുകയാണ്. കൊച്ചിൻ പോർട്ടിൻ്റെ ചെയർമാൻ ഡോക്ടർ ബീന IAS, എറണാകുളത്തിൻ്റെ MP ഹൈബി ഈഡൻ തുടങ്ങിയവർ അദ്ദേഹത്തോടൊപ്പമുണ്ട്. വാർത്തയിലേക്ക്. What is this 5 harbor? What is the stage now? These 5 harbors should be as fully modernized, international standard modernized fishing harbors we are going to construct. One is in Kochi, one is in Chennai, one is in Visakhapatnam, one is in Paradip at Orissa, and one is in West Bengal. And whatever the international standard is available, that facilities is going to available. Because of this international facility, the fishermen people, they can get good price in the international market. Under the dynamic leader of Sri Narendra Modi ji's idea that this modernized fishing harbors we are going to construct. And this seaweed. The seaweed is a new concept in India. Already the same budget, the seaweed economic special park has to be announced. That budget, that DPR is getting ready. That seaweed park is going to locate in Tamil Nadu. Already is announced by the last current budget itself. The fishermen women, they may get employment as well as economical empowerment. That's why the seaweed cultivation also we are motivating and we are giving priority. Our government's motto is 2024-25 1 lakh crore is our target. നമ്മൾക്കറിയാവുന്നതുപോലെ തന്നെ നല്ല മത്സ്യബന്ധന മേഖലയിൽ നിർണായകമായ പൊട്ടൻഷ്യലുള്ള ഒരു ഹാർബറാണ് കൊച്ചി ഫിഷറീസ് ഹാർബർ. ബഹുമാനപ്പെട്ട ഡോക്ടർ ബീന IASൻ്റെ നേതൃത്വത്തിൽ കൊച്ചിൻ പോർട്ടിൻ്റെ അധീനതയിലുള്ള ഈ ഹാർബറിന് ഏണസ്റ്റ് ആൻഡ് യങ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ നേതൃത്വത്തിൽ ഒരു ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വലിയ പ്രാമുഖ്യം കൊടുത്ത് ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഫിഷറീസ് ഹാർബറിനെ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം, അവർക്കുള്ള ശുചിമുറികൾ, ഓഫീസ് മുറികൾ, ഐസ് നിർമ്മാണ യൂണിറ്റുകൾ, അതുപോലെ തന്നെ മൾട്ടി ലെവൽ പാർക്കിംഗ്, അങ്ങനെ ഏറ്റവും വൃത്തിയുള്ള സാഹചര്യത്തിൽ മത്സ്യത്തിൻ്റെ ഗുണമേന്മ നഷ്ടപ്പെടാതെ എക്സ്പോർട്ട് ചെയ്യാനും പ്രാദേശിക വിപണിയിൽ എത്തിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു വലിയ സ്വപ്ന പദ്ധതിയാണ്. ഏകദേശം 140 കോടി രൂപയുടെ ഈ പദ്ധതി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചർച്ചയിലുള്ളതാണ്, പ്രഖ്യാപനങ്ങൾ നടന്നിട്ടുള്ളതാണ്. പക്ഷേ കേന്ദ്ര ഫിഷറീസ് സെക്രട്ടറി കഴിഞ്ഞ ദിവസം നടത്തിയ സന്ദർശനവും ഫിഷറീസ് സഹമന്ത്രി നടത്തിയ സന്ദർശനവും എത്രയും വേഗം അത് അംഗീകരിച്ച് പണി തുടങ്ങാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായും ഈ മേഖലയിൽ ഒരു വലിയ മാറ്റത്തിന് നന്ദിയാകും. ഏറ്റവും മാതൃകാപരമായിട്ടൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഒരു ഫിഷിംഗ് ഹാർബർ ആയിരിക്കും തോപ്പുംപടിക്ക് കൊച്ചിക്ക് ഉണ്ടാവുക എന്നതാണ് നമുക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്ന കാര്യം. ഏറ്റവും ദുഃഖകരമായ കാര്യം, ഇവിടെ നിന്ന് പോകുന്ന 650 ബോട്ടുകളും പ്രവർത്തിക്കുന്നത് അവർ തുത്തൂർ ഫിഷർമാനാണ്. ഒരു പക്ഷേ ലോകത്തെ ഏറ്റവും സമർത്ഥരായിട്ടുള്ള സീ ഫെയറിംഗ് ഒരു കമ്മ്യൂണിറ്റിയാണ്. അവർ വടക്ക് ഒമാൻ വരെയും തെക്ക് ഡിയോഗ കാർച്ച വരെയും പോയി മീൻ പിടിക്കുന്നവരാണ്. 30 ദിവസം കഴിഞ്ഞ് വരുന്ന തൊഴിലാളികളാണ് എല്ലാവരും. അവർക്കിവിടെ മര്യാദയ്ക്ക് താമസിക്കാൻ ഒരു ഡോർമെറ്ററി പോലും ഇനിയും ശരിയാക്കിയിട്ടില്ല. അത്രമാത്രം പതറ്റിക്കായ സിറ്റുവേഷൻ അവിടെ ഉള്ളത്. ഓഖി, ക്യാർ, വായു, ഗജ തുടങ്ങി എത്രയോ സൈക്ലോൺ നമ്മൾ കടന്നു കഴിഞ്ഞിരിക്കുന്നു 3 വർഷത്തിനിടയിൽ. ഓഖിയിൽ ഇവിടുന്ന് പോയ 6 ബോട്ടുകൾ ലക്ഷദ്വീപ് കടലിൽ മുങ്ങിക്കിടക്കുകയാണ്. അതിൽ 69 മനുഷ്യരുടെ ജീവൻ ഇപ്പോഴും തിരിച്ചു കിട്ടിയിട്ടില്ല, ബോട്ടും കണ്ടിട്ടില്ല. അവർക്ക് പ്രോപ്പറായ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കൊടുക്കേണ്ട ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ്. അത് ഇതുവരെ ചെയ്തിട്ടില്ല. ഞങ്ങൾ എത്ര റെപ്രസെൻറ്റേഷൻ കൊടുത്തിരിക്കുകയാണ്. അവർക്ക് ഏറ്റവും ആധുനികമായ റേഡിയോ ടെലിഫോൺ കൊടുക്കണം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഇവർക്ക് ഏറ്റവും ആധുനികമായ ഓട്ടോമാറ്റിക് ഇൻഫർമേഷൻ സിസ്റ്റം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. കൊടുക്കുകയാണെങ്കിൽ പോലും നേരത്തെ 60% കേന്ദ്ര സബ്സിഡി ആയിരുന്നു, ഇപ്പോൾ അതുകൂടി വെട്ടിക്കുറച്ച് 50 ആക്കിയിരിക്കുകയാണ്. അപ്പോഴും നിശ്ചിത സമയത്ത് ഈ ബോട്ടുകളിൽ മുഴുവൻ ഏറ്റവും മതിയായ വാർത്താവിനിമയ സംവിധാനം ഒരുക്കിയില്ല എങ്കിൽ കടലിലെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞാൽ ഈ ബോട്ടുമായി ഞങ്ങൾക്കുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് ഏറ്റവും അടിയന്തരമായ ദൗത്യങ്ങളിലൊന്ന് ഇവരെ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക. 2, പ്രോപ്പറായ ഒരു ഡോർമെറ്ററി പണിതിട്ട് 15 വർഷം കഴിഞ്ഞിരിക്കുന്നു, ഇപ്പോഴും താമസം തുടങ്ങിയിട്ടില്ല. ഈ മനുഷ്യർ വന്ന് 30 ദിവസം കഴിഞ്ഞ് വന്ന് ഇവിടെ മൃഗങ്ങളെപ്പോലെയാണ് താമസിക്കുന്നത്. ഈ മലപ്പുറത്ത് താമസിക്കാൻ, അത് കഴിഞ്ഞ് വീണ്ടും കടലിലേക്ക് പോവുകയാണ്.
ഏറ്റവും ആധുനികമായ ഒരു ഹാർബർ ഉണ്ടാക്കുമ്പോൾ, ഏറ്റവും ആധുനികമായ ലോകത്തിൻ്റെ സംവിധാനം ഉണ്ടാക്കുമ്പോൾ ഇതുകൂടി ഗവൺമെൻറ് പരിഗണിക്കണം. ഇക്കാര്യത്തിൽ ഞാൻ മന്ത്രിക്ക് റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുമുണ്ട്. ഇന്ത്യയിലെ 47,000 കോടി രൂപയുടെ വിദേശ നാണ്യം കടത്തിക്കൊണ്ട് കൊടുക്കുന്ന മേഖലയാണ്. ഏറ്റവും കൂടുതൽ പേർക്ക് തൊഴിൽ കൊടുക്കുന്നതും ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം ഉണ്ടാക്കി കൊടുക്കുന്നതും ആരോഗ്യരക്ഷ, ഭക്ഷ്യസുരക്ഷ ഒക്കെ ഉറപ്പുവരുത്തുന്നൊരു മേഖലയാണ്. എങ്കിൽ പോലും ഇവർക്ക് ആവശ്യമായ ഫെസിലിറ്റി ഉണ്ടാക്കുന്നതിനത്തിൽ കൊച്ചിൻ ബോർഡിന് ഉത്തരവാദിത്തമുണ്ടല്ലോ, അത് ചെയ്യുന്നില്ല. കൊച്ചിൻ ബോർഡിൻ്റെ സാമൂഹ്യ ഉത്തരവാദിത്തം നിർവഹിക്കുന്നില്ല എന്ന ശക്തമായ പ്രതിഷേധം ഞങ്ങൾക്കുണ്ട്. 15 വർഷമായി ഒരു ഡോർമെറ്ററി പണിതിട്ട് ഇപ്പോൾ അവർ ആലോചിക്കുന്നത് ഒരു കച്ചവടക്കാരനെ അത് ഏൽപ്പിക്കാനാണ്. ഇതിക്ക് മുമ്പ് നമ്മൾ 2000 ഞങ്ങൾ ഡൽഹിയിൽ പോയി നമ്മളെ മുത്തുവിൻ്റെ നേതൃത്വത്തിൽ പോയിട്ട് മെമ്മോറണ്ടം കൊടുത്തു. നമ്മൾ ഈ ഹാർബർ ഫണ്ട് അനുവദിക്കണമെന്നും പറഞ്ഞു. അന്നേരം 25 കോടി രൂപയാണ് ഞങ്ങൾക്ക് അനുവദിച്ചത്. പക്ഷേ അത് മാറ്റി നമ്മളെ കൊച്ചിൻ ബോർഡിൻ്റെ ചെയർമാൻ്റെയും നമ്മളെ ഹൈബി MPയുടെയും ഒക്കെ നിർദ്ദേശം അനുസരിച്ച് അത് 140 കോടി രൂപ നമുക്ക് അനുവദിച്ച് കിട്ടിയിരിക്കുകയാണ്. എന്നാലും എത്രയും പെട്ടെന്ന് മന്ത്രിയുടെ ഇന്നത്തെ സംസാരവും പ്രസ്താവനയൊക്കെ വന്നെങ്കിൽ എത്രയും പെട്ടെന്ന്, അതായത് ഡിസംബർ ജനുവരിക്കുള്ളിൽ പണി തുടങ്ങും എന്നുള്ള നിർദ്ദേശവും അതും ഇവിടുത്തെ തൊഴിലാളികൾക്കും ഇവിടുത്തെ ബോട്ട് ഓണേഴ്സിനും കച്ചവടക്കാർക്കും വളരെയധികം സന്തോഷമുണ്ട്. ഇതിൽ ഇൻ്റർനാഷണൽ ഹാർബർ വന്നതിന് കാര്യത്തിൽ വളരെയധികം സന്തോഷമാണ്. 140 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് തോപ്പുംപടി ഫിഷറീസ് ഹാർബറിൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയിലൂടെ ഇത്തരത്തിലുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവിടുത്തെ തൊഴിലാളികളുടെ ആശങ്കകൾ അതുകൂടെ പരിഗണിക്കണമെന്ന് മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ളവർ പ്രത്യേകം പറയുന്നു. അത്തരത്തിലുള്ള പരിഗണനകൾ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് എറണാകുളത്തിൻ്റെ MP ഹൈബി ഈഡനും കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൻ്റെ ചെയർപേഴ്സൺ ഡോക്ടർ ബീന IAS ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. കൊച്ചിയിൽ നിന്നുള്ള മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം. ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി റിഡ്ജൻ റബല്ലോ.